ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. വൺ ഓഫ് ദി ഈസിയസ്റ്റ് സെക്ഷനാണ്. ചിലപ്പം നിങ്ങളുടെ അടുത്ത് എന്താണ് ഓപ്പറേറ്റേഴ്സ്, ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നുള്ളതൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ വളരെ ക്വിക്കായിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. ആദ്യത്തേത് അർത്തമെറ്റിക് ഓപ്പറേഷൻസ്. നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. വേറൊരു ഓപ്പറേഷനും കൂടിയുണ്ട്, അതെല്ലാവരും ഫെമിലിയർ ആയിരിക്കണം എന്നില്ല. അതിനെ നമ്മൾ മോഡുലാർ ഡിവിഷൻ എന്ന് പറയും. അതായത് ഇപ്പം ഞാൻ 5 mod 2 എന്ന് പറഞ്ഞ് ഞാൻ എഴുതുവാണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് വെൻ ഐ ഡിവൈഡ് 5 by 2, 2s are 4 അല്ലേ, വാട്ട് ഈസ് മൈ റിമൈൻഡർ ആയിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പം 5 mod 2 എന്ന് പറയുന്നത് എനിക്ക് 1 ആയിരിക്കും ആൻസർ വരുന്നത്. ദിസ് ഇസ് മൈ റിമൈൻഡർ. അപ്പം അതാണ് മോഡുലാർ ഡിവിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് എക്സ്പൊണൻഷ്യൽ ഓപ്പറേറ്റർ ഒന്നുമില്ല. പിന്നെ എന്താണ് ഡിവിഷൻ്റെയും മോഡുലാർ ഡിവിഷൻ്റെയും കേസിൽ നമുക്ക് സെക്കൻഡ് ഓപ്പറേറ്റർ 0 ആവരുത്. പിന്നെ മോഡുലാർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രണ്ടുപേരും ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട്. അർത്തമെറ്റിക് ഓപ്പറേഷൻസിനെ നമുക്ക് പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂണറി ഓപ്പറേറ്റേഴ്സ്. യൂണറി എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് ഒറ്റ ഓപ്പറൻറ്റേ നമുക്ക് കാണത്തുള്ളൂ. ബൈനറി എന്ന് പറയുമ്പോൾ 2 ഓപ്പറൻസ് തമ്മിലായിരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A++ എന്ന് ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നത്തിങ് ബട്ട് A = A+1. ഓക്കെ, ഇവിടെ എത്ര ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്, ഇവിടെ എത്ര ഓപ്പറൻസ് ആണുള്ളത്, നമുക്കൊരൊറ്റ ഓപ്പറൻ്റ് ഇവിടെ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ A+B എന്നുള്ളത് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഓപ്പറൻസ് ആണ് എനിക്ക് ഉള്ളത്. അതാണ് യൂണറി ആൻഡ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പം നമുക്ക് വരുന്ന 2 കാര്യങ്ങളാണ് പ്രയോറിറ്റി ആൻഡ് അസോസിയേറ്റിവിറ്റി. പ്രയോറിറ്റിനെ നമ്മൾ പ്രെസിഡൻസ് എന്നും പറയും. സോ നമ്മൾക്കൊരു എക്സ്പ്രഷനകത്ത് ഇപ്പോൾ എനിക്കിപ്പം ഇങ്ങനൊരു നീണ്ട എക്സ്പ്രഷൻ കിടക്കണം, A+B - C mod D മോഡുലോ E, ഇങ്ങനൊരു എക്സ്പ്രഷൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാദ്യം ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് പ്രെസിഡൻസ് വെച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നതും സിമിലർ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. സോ അസോസിയേറ്റിവിറ്റി പ്രെസിഡൻസ് ആദ്യം കഴിഞ്ഞ് വെച്ചാണ് അവരെ ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. ഇനി ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളിവിടെ എൻ്റെ ഹെഡർ ഫയൽ ഞാൻ ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുന്നത്. എൻ്റെ മെയിൻ ഫംഗ്ഷനെ ഞാൻ ഓപ്പൺ അപ്പ് ചെയ്തു. ഞാനിവിടെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്, ഇൻറ്റ് A and B ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ യൂസറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെ ഞാൻ എൻ്റെ യൂസറിനകത്ത് എൻ്റർ വാല്യൂ ഓഫ് A and B. അപ്പം യൂസർ 3, അല്ലെങ്കിൽ 3 സ്പേസ് 5 പോലും കൊടുക്കും. അപ്പോഴത്തേനും എന്താണ്, എയുടെ വാല്യൂ 3ഉം ബിയുടെ വാല്യൂ 5 എന്നുള്ള രീതിയിൽ ഇത് കയറി. ഓക്കെ, ഇനി യൂണറി ഓപ്പറേഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എൻ്റെ ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇതെൻ്റെ ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇതെൻ്റെ നമ്പറാണ്. എവിടെ ഈ നമ്പറിൽ എന്താണ് വരുന്നത്, ഇവിടെ എന്താണ് കൊടുത്തേക്കുന്നതായിരിക്കും എൻ്റെ നമ്പറിൽ വരുന്നത്. ആൻഡ് നിങ്ങൾക്കിവിടെ കാണാം എന്താണ് ബാർ N എന്ന് പറയുമ്പോൾ ഇത് ന്യൂ ലൈനെയാണ് കാണിക്കുന്നത്. സിമിലർ തിങ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം, കണ്ടോ, ഡിഫറൻസ് എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴത്തേനും എന്താണ് നടക്കുന്നത്, A - B നമുക്കിവിടെ ആൻസർ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. അപ്പം മൾ = 50, ഡിവിഷൻ = എന്താണ് A/B എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്, റൈറ്റ്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ നമ്മൾക്ക് കാണിക്കും. സോ നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞതിനനുസരിച്ച് ബേസിക് ആയിട്ടൊരു പ്രോഗ്രാം എഴുതാനുള്ള ഒരു ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ നോക്കുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കമ്പാരിസൺസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ബേസിക്കലി ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു കാര്യം, ഇതിനൊക്കെ മുൻപ് ഒരു കാര്യം, നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ ചെയ്യുമ്പോഴത്തേനും നമുക്കൊന്നെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ 1 അല്ലെങ്കിൽ ഫോൾസ്
0 എന്നുള്ളൊരു രീതിയിലായിരിക്കും നമുക്ക് ഇവരുടെ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ അത് 1 റിട്ടേൺ ചെയ്യും, നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യും, ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ 1ഉം, ലെസ് ദാനിൽ അത് ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു 6 is equal to 6ഉം 5ഉം തമ്മിലുള്ള കമ്പാരിസൺ ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് വൺ ഈക്വൽ ടു ഓപ്പറേറ്റർ 6 ഈക്വൽ ടു 5 ആണോ? അല്ല. സോ മൈ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ. അടുത്ത 6ഉം 5 എടുത്തു, നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്ററിനകത്ത് എന്താണ് നോട്ട് ഈക്വൽ ടു അല്ല, അല്ലേ? അത് ട്രൂ ആണ്. അതായത് 6ഉം 5ഉം ഈക്വൽ അല്ല. സോ ദാറ്റ് ഇസ് 1. 6 ലെസ് ദാൻ 5 ആണോ? അല്ല, അത് 0 ആയിരിക്കും. 6 ഗ്രേറ്റർ ദാൻ 5 ആണോ? യെസ്, അത് 1 ആയിരിക്കും. 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അതെ, അത് 1 ആയിരിക്കും. ബിക്കോസ് ഗ്രേറ്റർ ദാൻ ആണ്, ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പം 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അല്ല, അപ്പോൾ അത് 0 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ടുകൾ വരുന്നത്. ഇവിടെ 0 എന്ന് പറയുന്നത് ഫോൾസും 1 എന്ന് പറയുന്നത് ട്രൂ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അത്രയാണ് റിലേഷണൽ ഓപ്പറേറ്റർ. സോ നിങ്ങൾക്കത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി 2 കണ്ടീഷൻസ് കാണും. ആ 2 കണ്ടീഷൻസും വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. വെദർ ഇറ്റ്സ് ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ 1 ഓർ 0 എന്നുള്ളത് നമ്മൾ അപ്പോഴായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഈ ലോജിക്കൽ ഓപ്പറേറ്റർ നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ലോജിക്കൽ ആൻഡ്, ഓർ ആൻഡ്, നോട്ട്. ആൻഡ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ്. നമ്മൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഉണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആയാൽ മാത്രമേ നമുക്ക് ലോജിക്കൽ ആൻഡിലെ ഫൈനൽ റിസൾട്ട് ട്രൂ ആയിരിക്കത്തുള്ളൂ. ഇഫ് എനി വൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫോൾസ്, മൈ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ഫോൾസ്. അതാണ് ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ എ ആൻഡ് ബി എന്ന് ഞാൻ പറഞ്ഞ് എഴുതി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ എ ആൻഡ് 5 ഇസ് നത്തിങ് ബട്ട് ഫോൾസ്. ഇത് രണ്ടും സെയിം ടു സെയിം അല്ല. ഇതല്ല, ആക്ച്വലി കുറച്ചുകൂടി ബെറ്റർ എക്സാമ്പിൾസ് ആണുള്ളത്. ഇൻഡീജേഴ്സ് വെച്ച് നമുക്ക് ആക്ച്വലി ലോജിക്കൽ ആൻഡിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ലോജിക്കൽ ഓർ എന്ന് പറയുമ്പം നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഓർ സ്റ്റേറ്റ്മെൻറ്റ് 2 ഐദർ ഓഫ് ദം ഷുഡ് ബി ട്രൂ, എനി വൺ ഷുഡ് ബി ട്രൂ. രണ്ടുമല്ല, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. നോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്, ദാറ്റ് ഈസ് ദി ഓപ്പോസിറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പറയുവാണ് ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്ന് പറയുമ്പം നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് റെയിനിങ് എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. നേരെ തലതിരിച്ച്. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് വരും, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ വരും. ഓക്കെ, അതാണ് നോട്ട് ഓപ്പറേഷൻ. ഇനി ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു കണ്ടീഷൻ കൊടുത്തേക്കുവാണ്. 1 ഗ്രേറ്റർ ദാൻ 5 ആൻഡ് 5 ഗ്രേറ്റർ ദാൻ 10. ഓക്കെ, 1 അപ്പം ആൻഡ് ആണ്. ഓക്കെ, ആൻഡ് എന്ന് പറയുമ്പം 1 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല, അത് ഫോൾസ് ആണ്. അപ്പം അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് ഓപ്പറേഷനിൽ ഒരെണ്ണമേലും ഫോൾസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? അത് ഫോൾസ് ആയിരിക്കും, അല്ലേ? അപ്പം എനിക്ക് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഐ ആം ടേക്കിംഗ് മൈ ഫൈനൽ ഔട്ട്കം ആസ് 0. ഇവിടെ ഇപ്പോൾ ഓറാണ് ഞാൻ ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഓർ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം 1 ലെസ് ദാൻ 5 ഓർ 5 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞ് ഞാൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ആണ്. അപ്പം നമുക്ക് ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, അല്ലേ? അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്കം വിൽ ബി ട്രൂ. അപ്പം 2 കണ്ടീഷൻസ് ആണ്. ഇത് രണ്ടും കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഈ കണ്ടീഷൻസിനനുസരിച്ചാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പം അതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ 3 രീതിക്കുള്ള ഓപ്പറേറ്റേഴ്സാണ് പഠിച്ചത്. അർത്തമെറ്റിക്, റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സോ നിങ്ങൾക്ക് അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 4ാമത്തെ ഓപ്പറേറ്റർ അല്ലെങ്കിൽ 4ാമത്തെ സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ്. അതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പം ഇവിടെ നമുക്ക് നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേരിയബിൾസ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ വാല്യൂസ് ആയിരിക്കും.
എ ഈസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. പക്ഷെ അത് സിമ്പിളസ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ചിലപ്പം നമുക്ക് കോമ്പിനേഷനിലൊക്കെ വരാം. ഫോർ എക്സാമ്പിൾ എ പ്ലസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിം തന്നെ നമുക്ക് മൈനസും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നത്, നമുക്ക് കോമ്പിനേഷൻ ഓഫ് എന്താണ് ഓപ്പറേഷൻ ആസ് വെൽ ആസ് അസൈൻമെൻറ്റ് നമുക്കിവിടെ നടക്കും. ഓക്കെ, അപ്പം അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇതൊക്കെ നമുക്ക് പ്രോഗ്രാമിൽ എവിടെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം ദാറ്റ് ഇസ് ദ സെറ്റ് ഓഫ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ബിറ്റ് ലെവലിൽ നമ്മൾക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ടാണ്. അപ്പം നമ്മൾക്ക് ബിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് എന്താണ് ബൈനറി കോഡിൽ, അതായത് സീറോസ് ആൻഡ് വൺസ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ ബിറ്റ് വൈസ് അല്ലെ ബൈനറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈനറി നമ്പേഴ്സിൽ ചെയ്യുന്ന ഈ ഓപ്പറേഷൻസിനെയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, എക്സോർ ഉണ്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, ബിറ്റ് വൈസ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പം 2 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 1 1 ആൻഡ് 0 0. ഓക്കെ, അപ്പം സോറി ആൻഡ് അല്ല, അത് ആൻഡ് 0 0, 1 1 0 0. ഞാൻ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുവാണ്. ആൻഡ് ഞാൻ എന്താ പറഞ്ഞ്, രണ്ടും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മൈ ഫൈനൽ വിൽ ബി ഡിഫറെൻറ്റ്, സോറി 0. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ബി മൈ ആൻസർ ഹിയർ. ഓക്കെ, നൗ ഹിയർ ഇവിടെ ഓർ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇത് എൻ്റെ ഓർ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിലും ഒരാൾ ട്രൂ ആണ്, സോ വിൽ ബി 1 1. ഓക്കെ, എക്സോർ എന്ന് പറയുന്നത് എന്താണ്, എക്സോർ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ഇഫ് 2 ബിറ്റ്സ് ആർ ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എക്സോർ 1 വരത്തുള്ളൂ. ഒരാൾ ട്രൂവും ഒരാൾ ഫോൾസുമാണ് വരുന്നത് വെർട്ടിക്കലി നോക്കുമ്പോൾ. സോ ഇറ്റ് ഈസ് true and this is also true. That is nothing but both of them will be 1 1. ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഒരു ഡിജിറ്റ് അവിടെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആൻഡ് സിമിലർലി വിത്ത് ദ റൈറ്റ്. ബിറ്റ് വൈസ് നോട്ട് എന്ന് പറയുന്നത് നോട്ട് 1 എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് 0. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് നമ്മളുടെ പ്രോഗ്രാം നോക്കാം, ഒരു പ്രോഗ്രാം നോക്കാം. അപ്പം നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിവരെ എന്താണ് എഴുതുന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇത് 5 ആണ്. 0 0 0 0 0 1 0 1 0 0 0 0 1 0 0 1 ആണ് 9. 5ഉം 9ഉം ഞാൻ എഴുതി. ഇനി ആദ്യമേ ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ആൻഡ് ഓപ്പറേഷനാണ്. ആൻഡ് ഓപ്പറേഷന് ഒരാൾ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് സെയിം ടു സെയിം കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇവരുടെ മേളിൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. എനിക്ക് 2 പേരും ട്രൂ ആയിട്ടുള്ള ഒരൊറ്റ കേസുകൾ, അത് ഇതാണ് 1. ഇവിടെ 2 പേരും ഫോൾസ് ആണ് 0. ഒരാൾ മാത്രമേ ട്രൂ ഉള്ളൂ 0. ഇവിടെയും ഒരാൾ മാത്രമേ ട്രൂ ഉള്ളൂ 0. ഓക്കെ, ഇതാണ് എൻ്റെ ആൻഡ് ഓപ്പറേഷൻ. ഇനി എൻ്റെ ഓർ ഓപ്പറേഷൻ നോക്കാം. 1 വരും, 0 വരും. ഇവിടെ ഒരാൾ 1 ആണ്, സോ 1 വരും, 1 വരും, ബാക്കി 4 0 വരും. അപ്പം ഇങ്ങനെയാണ് ബിറ്റ് വൈസ് നമ്മൾ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് മോസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇതെൻ്റെ ബി ആണ് അല്ലേ, ഇതെൻ്റെ ബി ആണ്. അപ്പം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റിനെ ഞാൻ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് ഞാനൊരു 0 ഇട്ട് കൊടുക്കും. അതാണ് ലെഫ്റ്റ് മോസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ ആരോ റൈറ്റിലോട്ടാണ് പോയത്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ളതിനെ ഞാൻ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം ഞാൻ ഇവിടെ ഒരു 0നെ ഇട്ടു. അപ്പോൾ അങ്ങനെയാണ് ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം ഇതിൻ്റെ ഡെസിമൽ ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് ഇതെന്ന് പറയുമ്പോഴത്തേനും 1 2 4 8 16 32 എന്നും പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഇതിൻ്റെ ഈക്വലൻറ്റ് 4 ആണ്. അപ്പം അങ്ങനെ നമ്മൾക്ക് ഇവിടെ 4 എന്ന് ഡെസിമൽ നമ്പറിൽ കിട്ടും. അതായത് നമ്മൾക്കിപ്പം ഒരു ഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേനും 1 2 3 4 5 അതൊക്കെ ഡെസിമൽ നമ്പേഴ്സാണ്. ഡെസിമൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കുത്തിട്ട് അതല്ല, ഞാനിവിടെ സാധാരണ നമ്പേഴ്സ് 10ൻ്റെ ഇതിൽ വരുന്ന നമ്പേഴ്സിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അവർ നമ്മൾ കൊടുക്കുമ്പോൾ അത് ബിറ്റ് വൈസായിട്ട് ചേഞ്ച് ചെയ്ത് പിന്നെയും നമുക്ക് എന്താണ് കാൽക്കുലേഷൻസ് ചെയ്ത് അത് ഡെസിമലായിട്ട് തന്നെ തിരിച്ച് കിട്ടും.
ഇനി എക്സോർ യൂസ് ചെയ്ത് നമുക്ക് സ്വാപ്പ് ടു നമ്പേഴ്സ് ചെയ്യാം. അത് യൂഷ്വലി സ്വാപ്പ് ടു നമ്പേഴ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, എക്സോർ ഓപ്പറേഷൻസ് വെച്ച് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം അഥവാ അങ്ങനെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ച് വെച്ചാൽ മതി. സോ സിൻസ് ഇറ്റ്സ് നോട്ട് ആസ്ഡ് മച്ച് യൂസിങ് എക്സോർ ഓപ്പറേഷൻ, ഞാൻ ഈ ഒരു സാധനം ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്, നിങ്ങൾക്കൊന്ന് വായിച്ച് വിടാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ബൈ 2 റെസ്പെക്റ്റീവ്ലി ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ, ഓക്കെ, ഞാൻ ഒരു നമ്പർ എഴുതുവാണ്, ഓക്കെ, ഞാൻ ആ ഒരു നമ്പർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് എൻ ഈവൻ നമ്പർ എന്ന് പറയുമ്പോഴത്തേനും എനിക്കിവിടെ എൻ്റെ വൺസ് പ്ലേസിൽ 0 ആയിരിക്കും അല്ലേ, എൻ്റെ 2, 4, 6, 8 പ്ലേസസിലായിരിക്കും 1 വരുന്നത്. അപ്പോൾ ഇവർ ആൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫൈനൽ 0 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. കാരണം എന്താണ്, വണ്ണിൻ്റെ പ്ലേസിൽ എനിക്ക് ഈവൻ നമ്പർ ആണെങ്കിൽ ആരുമില്ല. എന്നാൽ ഓഡ് നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും 1ൻ്റെ പ്ലേസിൽ ഒരു 1 കാണും. ഫോർ എക്സാമ്പിൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് എഴുതാൻ പറ്റുന്നത്, 4ഉം 1ൻ്റെയും കോമ്പിനേഷനാണ്. ഇത് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമാറ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പം 4ൻ്റെ 1ൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെയും 1ൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പോൾ 1 എന്താണെങ്കിലും കാണും ഓഡ് നമ്പറിന്. സോ ഓഡ് നമ്പറിൻ്റേത് 1 ആയിരിക്കും. നമ്മൾ ആൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫൈനൽ ആൻസർ 1 ആയിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സിന് ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഷിഫ്റ്റ് നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ബിറ്റ് വൈസിനകത്ത് നമുക്ക് ഒരൊറ്റ ആൻഡ് ആണെങ്കിൽ ലോജിക്കലിനകത്ത് 2 ആൻഡ് ആണുള്ളത്. സോ നിങ്ങളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴത്തേനും അതൊരു ടെർണറി ഓപ്പറേറ്ററാണ്. എന്ന് വെച്ചാൽ 3 സെക്ഷൻസ് കാണും. ഫസ്റ്റ് വൺ, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഓക്കെ, ഈ ഒരു കണ്ടീഷൻ യെസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ അവിടെ അവർ ഫുൾഫിൽ ചെയ്യും. നോ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എക്സ്പ്രഷൻ ഫുൾഫിൽ ചെയ്യും. അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോഗ്രാം എഴുതി നോക്കാം. ആദ്യമേ ഐ വോണ്ട് ടു ഫൈൻഡ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. സോ നമ്മൾ ആദ്യമേ എന്താണ് ചെയ്തത്, നമ്മൾ ഹെഡർ എഴുതി, നമ്മൾ മെയിൻ ഫംഗ്ഷൻ ചെയ്തു, ഇൻറ്റ് a, b, ലാർജ്. അപ്പോൾ a, b എന്ന് പറയുന്നത് ആർ മൈ 2 നമ്പേഴ്സ് ദാറ്റ് ഐ നീഡ്സ് ടു ഗെറ്റ് ഫ്രം മൈ യൂസർ. അപ്പം ഞാൻ യൂസറിൻ്റെ അടുത്ത് ചോദിച്ചു എയുടെയും ബിയുടെയും വാല്യൂ എൻ്റർ ചെയ്യും, എന്നിട്ട് അവരെ ഞാൻ എയ്ക്കും ബിക്കും സ്റ്റോർ ചെയ്തു. ഓക്കെ, എയും ബിക്കും അത് ഞാൻ സ്റ്റോർ ചെയ്തു. ഫോർ എക്സാമ്പിൾ 5ഉം 4ഉം ആണെന്ന് വിചാരിക്കാം. ഇതെൻ്റെ കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് വരുന്നത്. ലാർജ് ഇസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി. എയും ബിയും ഞാൻ കമ്പയർ ചെയ്യണം. എ ഗ്രേറ്റർ ദാൻ ബി ആണ് എന്നുണ്ടെങ്കിൽ എനെ ഞാൻ ലാർജിനകത്ത് സ്റ്റോർ ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ ബീനെ ഞാൻ ലാർജിനകത്ത് സ്റ്റോർ ചെയ്യും, എന്നിട്ട് ലാർജസ്റ്റ് ഏതാണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യും. അതാണ് നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്നത്. സോ നമ്മൾ അൽഗോരിതം ഒക്കെ എഴുതിയപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നല്ലേ, കുറേ എഴുതി അങ്ങ് പോകണമായിരുന്നു. സോ അത്രയും ഇതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സിനെ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്, ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എഴുതുമ്പോഴത്തേനും എനിക്ക് എഴുതാം എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ എനിക്കെന്താണ്, എ എൻ്റെ ഗ്രേറ്റസ്റ്റ് നമ്പറാണ് അല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ, അപ്പം അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സെക്കൻഡ് പാർട്ട് ബി ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ആണ് എന്നുണ്ടെങ്കിൽ ബി എൻ്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ സി എൻ്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ. സോ ഇവിടെ എനിക്ക് 2 കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. ആദ്യമേ ഞാനിത് ഇവിടെ ചെക്ക് ചെയ്യും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എ ആണ് എൻ്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ എൻ്റെ സെക്കൻഡ് ഹാഫിനകത്ത് വീണ്ടും ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ബി ആണ് എൻ്റെ ഗ്രേറ്റസ്റ്റ്, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ സി ആണ് എൻ്റെ ഗ്രേറ്റസ്റ്റ്. സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും. അടുത്തതൊരു ഓപ്പറേറ്റർ എന്നുള്ളൊരു രീതിയിൽ ബേസിക്കലി നമ്മളധികം യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിനകത്ത്. അത് സൈസ് ഓഫ് ഓപ്പറേറ്ററാണ്. സോ അത് നമ്മൾ യൂഷ്വലി സ്ട്രക്റ്റ് അല്ലെങ്കിൽ യൂണിയൻ്റെ ഒക്കെ കേസിൽ വരുമ്പോൾ യൂഷ്വലി നമ്മൾ പറയുന്നത് സൈസ് ഓഫ് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഓപ്പറൻറ്റിൻ്റെ സൈസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈസ് ഓഫ് ഓപ്പറൻറ്റ് എടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ വേരിയബിളിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. ഇപ്പം ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ ഒരു വേരിയബിളിൻ്റെ സൈസ് വിത്ത് റെസ്പെക്ട് ടു ക്യാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻറ്റ് ആയിക്കോട്ടെ ഫ്ലോട്ട് ഡബിൾ ഇവരുടെയൊക്കെ സൈസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക്
നമുക്ക് ഇങ്ങനെ റിസൾട്ടിൽ കിട്ടാനായിട്ട് സാധിക്കും. സോ സൈസ് എന്ന് പറയുന്നത് ഹൗ മച്ച് മെമ്മറി സ്പേസ് അല്ലെങ്കിൽ ഹൗ മെനി ബൈറ്റ്സ് ആർ ദേ ഓക്യുപ്പൈങ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് സൈസ് ഓഫ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ താഴത്തെ ടേബിളിൽ കൊടുത്തേക്കുന്നത് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ഓപ്പറേറ്റേഴ്സും അവരുടെ സിമ്പിൾസും അസോസിയേറ്റിവിറ്റിയും പ്രസിഡൻസുമാണ്. അതായത് പ്രസിഡൻസ് ഞാൻ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് നമുക്ക് വന്നു എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഏത് കോമ്പിനേഷനിലായിട്ടാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ, ആദ്യമേ ആരെയാണ് പ്രിഫർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പ്രസിഡൻസിലും, ബാക്കിയുള്ളത് ഹൗ ഇവരെ റിസോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് അസോസിയേറ്റിവിറ്റിയിലും ആണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.